നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ നഗരമായ കൊച്ചി ഏതാണ്ട് പൂർണ്ണമായും ആശ്രയിക്കുന്നത് പെരിയാറിനെയാണ്. വ്യവസായശാലകളിൽ നിന്ന് ഒഴുകുന്ന രാസ വ്യവസായ ജൈവ മാലിന്യങ്ങൾ ഈ പുഴയെ വിഷമയമാക്കിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ ആരോഗ്യത്തെയും അത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് നാളായി പെരിയാറിനെ കുറിച്ച് നാം വിലപിക്കുന്നതെങ്കിൽ പോലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടായതായി കാണുന്നില്ല. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പുരുഷനെല്ലൂർ സമരസമിതി നേതാവ് കെ എം ഗോപിനാഥൻ, CITU സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ സീതാരാമൻ എന്നിവരാണ് ഇപ്പോൾ നമ്മോടൊപ്പം പാതാളം റെഗുലേറ്ററി കം ബ്രിഡ്ജിൻ്റെ ഭാഗത്തുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ പുരുഷനെല്ലൂർ, ഇതിന് രണ്ട് വാദങ്ങളുണ്ടല്ലോ. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ചുറ്റുമുള്ള വ്യവസായശാലകളിൽ നിന്ന് വലിയ തോതിലുള്ള നാറ്റമോ അല്ലെങ്കിൽ ആ നിലയിൽ രാസ മാലിന്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വായുവോ ശ്വസിക്കാൻ കഴിയുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോഴും രണ്ട് വാദങ്ങൾ തുടരുകയാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് രണ്ട് വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് വാദങ്ങൾക്കിടയിലും ഒരു കാര്യത്തിൽ സമവായമുണ്ട്, മലിനീകരണം നടക്കുന്നു എന്നുള്ളത്. അതിനകത്തിൻ്റെ ഏറ്റക്കുറച്ചിലിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യത്തെക്കുറിച്ചുള്ള ചർച്ചകളും വ്യവസായങ്ങൾ പൂടണോ വേണ്ടേ എന്നതിനുള്ള ചർച്ചയിലുമാണ് ഈ രണ്ട് വാദങ്ങളുള്ളത്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന വളരെ രൂക്ഷമായിട്ടുള്ള മണം, അതിവിടുത്തെ എല്ലുപൊടി കമ്പനികളിൽ നിന്നും മറ്റു റബ്ബർ വ്യവസായങ്ങളിൽ നിന്നും വരുന്ന മണമാണ്. ഇത് വായുമലിനീകരണം വളരെ രൂക്ഷമാണ്. നമ്മൾ ജലമലിനീകരണത്തെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ആദ്യമേ ഞാൻ വായുമലിനീകരണം തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വായു മലിനീകരണത്തിൽ ഇപ്പോൾ നമ്മൾക്കറിയാം, വായു ശ്വസിക്കുമ്പോൾ നമ്മൾ അറിയില്ല നല്ല വായു ആണെങ്കിൽ. പക്ഷെ നമ്മളിവിടെ ശ്വസിക്കുന്ന വായു അറിയുന്നുണ്ട്. വായുവിന് നിറമില്ല, മണമില്ല, രുചി ഒന്നുമില്ലാത്തൊരു സാധനമാണ്. പക്ഷെ ഇപ്പം നമ്മളെല്ലാം അനുഭവിക്കുന്നതിനർത്ഥം വായുവിൽ അതിക്രൂരമായ രീതിയിൽ മലിനീകരിക്കപ്പെടുന്നതാണ്. മലിനീകരണം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്നുള്ളത്, ക്യാൻസറിന് കാരണമാകുന്ന 5ഓളം രാസവസ്തുക്കൾ. ഏതൊക്കെ തരത്തിലുള്ള മലിനീകരണങ്ങളാണ് ഇവിടെ ഉള്ളത് യഥാർത്ഥത്തിൽ? പ്രധാനമായിട്ടും വായു, ജല, കരമലിനീകരണം. ഈ 3 തോതിലും വളരെ കൂടുതലാണെന്ന് മിനിസ്ട്രി ഓഫ് എൻവയറൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് നടത്തിയ പഠനം, ഡൽഹി IIT ചേർന്ന് നടത്തിയ പഠനത്തിൽ കര, ജല, വായു മലിനീകരണത്തിൽ ഏറ്റവും വലിയ സ്കോറായിട്ടുള്ള 75 പോയിന്റ് നേടിക്കൊണ്ട് ഏലൂർ ഇടയാർ മേഖലയിലെ വ്യവസായ മേഖല രാജ്യത്തെ 24ാമത്തെ ക്രിട്ടിക്കലി പൊല്യൂട്ടഡ് ഏരിയ ആയിട്ട് MOEF ഡിക്ലെയർ ചെയ്ത സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ മലിനീകരണത്തിന്റെ തോതിനെ കുറിച്ച്, മലിനീകരണത്തിന്റെ രൂക്ഷതയെ കുറിച്ച് നമ്മൾക്ക് അധികം പോകേണ്ടതില്ല. തുടരുക. ശ്രീ ഗോപിനാഥൻ, CITUവിന് ഇക്കാര്യത്തിൽ തർക്കമുണ്ടോ? ഇവിടെയുള്ള വ്യവസായശാലകൾ ഈ പറയുന്ന പെരിയാറിനെ ആകെ മലിനീകരിക്കുന്നു, വെള്ളത്തെ, ഈ കൊച്ചിയുടെ വായുവിനെ ആകെ മലിനീകരിക്കുന്നു, കരയിൽ വലിയ തോതിലുള്ള നിക്ഷേപം നടത്തുന്നു. ഇതിലൊക്കെ എന്തെങ്കിലും സംശയം ട്രേഡ് യൂണിയനുകൾക്കുണ്ടോ? നമ്മൾ ഈ വിഷയത്തെ വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി സമീപിക്കാൻ ബാധ്യസ്ഥരാണ്. ജനങ്ങളെ ഭയപ്പെടുന്ന വിധത്തിൽ വ്യവസായശാലകൾ അടച്ചുപൂട്ടണം, എന്നാലേ പെരിയാർ സംരക്ഷിക്കപ്പെടുകയുള്ളൂ, ഇവിടുത്തെ മലിനീകരണം പൂർണ്ണമായി തടയപ്പെടുകയുള്ളൂ എന്നുള്ള നിലയിൽ ഒരു അജണ്ട തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു ചെറിയ പ്രവർത്തനം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ആസൂത്രിതമായി നീങ്ങുന്നുണ്ട്. നമ്മൾ ഏലൂർ വ്യവസായ മേഖല, കളമശ്ശേരി ഏടയാർ വ്യവസായ മേഖലയാണ് എന്നുള്ള കാര്യം അംഗീകരിച്ചുകൊണ്ടിരുന്നാൽ മൂന്നാർ പോലെയോ മറ്റ് ടൂറിസ്റ്റ് മേഖലയെ പോലെയുള്ള ശുദ്ധവായുവോ അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ സാധ്യതകൾ ഇല്ലാത്തൊരു പ്രദേശമല്ല ഏലൂർ. സ്വാഭാവികമായും വ്യവസായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജലവും അതുപോലെ തന്നെ വായുവും മലിനീകരിക്കപ്പെടുന്നുണ്ട്. ആ മലിനീകരണ സാധ്യതകൾ തടയുന്നതിനാവശ്യമായ, അതിന്റെ ഉറവിടത്തിൽ തന്നെ തടയുന്നതിനാവശ്യമായിട്ടുള്ള ശാസ്ത്രീയ നടപടികൾ കർശനമായി പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിന്റെ MD ഹരികുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹരികുമാർ, TCC അടക്കമുള്ള വ്യവസായശാലകൾ യഥാർത്ഥത്തിൽ കൊച്ചിയെ ആകെ തന്നെയും മലിനീകരിക്കുന്നില്ലേ? പ്രധാനമായും പെരിയാറിനെ. ദശലക്ഷക്കണക്കിന് ആളുകൾ കുടിക്കുന്ന വെള്ളമാണ് പെരിയാറിലൂടെ ഒഴുകുന്നത്. അവർ കുടിക്കുന്നത് വിഷജലമാണെന്ന് എത്ര ആളുകൾക്കറിയാം എന്ന് അറിയില്ല. അതിന്റെ കാരണക്കാർ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഇതിന്റെ ഇരു കരകളിലും പ്രവർത്തിക്കുന്ന വ്യവസായശാലകൾ തന്നെയല്ലേ? വ്യവസായശാലകളാണ് പൊല്യൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഭീകര അന്തരീക്ഷം ക്രിയേറ്റ് ഒരു വാദമാണ്. കാരണം നമുക്ക് TCCയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 2008 തൊട്ടിട്ട് സീറോ ഡിസ്ചാർജ് കൈവരിച്ച ഒരു കമ്പനിയാണ് TCC. അതായത് ഒരു തുള്ളി എഫ്ലൂവന്റ് പോലും നമ്മൾ പുറത്തു കളയുന്നില്ല, നമ്പർ 1. നമ്പർ 2, വേറെ വ്യവസായ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് കൺസിഡർ ചെയ്ത് നോക്കിയാൽ
ഇപ്പൊ FACT ആണെങ്കിലും IRE ആണെങ്കിലും HIL ആണെങ്കിലും എല്ലാം 10-50 വർഷം കൊണ്ട് ഏലൂർ ഉദ്യോഗബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. ഇവരാരും ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഫ്ലൈ ബൈ നൈറ്റ് ഓപ്പറേറ്റേഴ്സ് അല്ല. ഇവരൊക്കെ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും CPCBയുടെയും എല്ലാ നോംസും അനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. പിന്നെ ഇപ്പോൾ അവിടുത്തെ മാലിന്യം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും ആരും മെഷർ ചെയ്തിട്ടോ എന്തൊക്കെയാണ് മാലിന്യമെന്നൊന്നും ആരും പറയുന്നില്ല. എല്ലാവരും പറയുന്നത് കരമാലിന്യം, ആ മാലിന്യം, ഈ മാലിന്യം എന്നൊക്കെ പറയുന്നതല്ലാണ്ട് ആദ്യം നമുക്ക് പെരിയാറിനെ കുറിച്ച് സീതാരാമൻ, അങ്ങനെ അവ്യക്തമായിട്ടാണോ ആളുകൾ ഈ വ്യവസായ മലിനീകരണത്തെ കുറിച്ച് പറയുന്നത്? അല്ല, വ്യവസായശാലകളിൽ നിന്നും പുറത്തേക്ക് വിടുന്ന മാലിന്യത്തിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ തന്നെ ഉണ്ട്. ഇപ്പോൾ FACT പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് അതിനകത്ത് നിന്ന് സൾഫ്യൂരിക് ആസിഡിൻ്റെയും സൾഫേറ്റിൻ്റെയും അംശങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ വളനിർമ്മാണശാലയിൽ നിന്ന് വരുന്നത് പോലെ തന്നെ ഇവിടെയുള്ള DDT പോലെയുള്ള അല്ലെങ്കിൽ മെർക്കം പോലെയുള്ള കമ്പനികളിൽ നിന്ന് ഏതെല്ലാം മാലിന്യങ്ങളാണ് പുറത്തേക്ക് വിടുന്നതെന്ന് നല്ലവണ്ണം അറിയാം. CMRL പോലെയുള്ള കമ്പനികളിൽ നിന്ന് എന്തൊക്കെ മാലിന്യങ്ങളാണ് പുറത്തേക്ക് വരുന്നതെന്ന് എല്ലാവർക്കും വൃത്തിയായിട്ട് അറിയാം. അല്ലാതെ ഇതിനെപ്പറ്റി അവ്യക്തതയൊന്നും തന്നെ ഇല്ല. മാലിന്യങ്ങൾ വ്യവസായശാലകളിൽ നിന്ന് ധാരാളമായി തന്നെ പുറത്തേക്ക് പുഴയിലേക്ക് വരുന്നുണ്ട്. പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിർദ്ദേശിക്കുന്ന രീതിയിൽ ഞങ്ങളെല്ലാം ക്ലിയറാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം എല്ലാ വ്യവസായശാലകളിലും മാലിന്യത്തിനുള്ള STP പ്ലാന്റുകൾ, അതേപോലെയുള്ള പൊല്യൂഷനെ മാറ്റാനുള്ള പ്ലാന്റുകൾ എല്ലായിടത്തും സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും യഥാവിധി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. പറഞ്ഞോളൂ, വേഗം ഒന്നോ രണ്ടോ വാചകം. TCCയുടെ പ്രതിനിധി പറഞ്ഞത് എന്നോട് കൂട്ടിച്ചേർക്കൊണ്ട് സീതാരാമൻ സാറും പറഞ്ഞത്, ഇവിടെയുള്ള കമ്പനികൾ CPCBയുടെയും PCBയുടെയും നോംസ് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതാണെന്ന് പറയുന്നത്. 78 കമ്പനികളെ നേരിട്ട് CPCB എഞ്ചിനീയർമാരെ, അവരുടെ ശാസ്ത്രജ്ഞന്മാരെ ഈ കഴിഞ്ഞ ദിവസം വന്ന് പരിശോധിച്ചിട്ട് പെരിയാറിന്റെ തീരത്തുള്ള 78 കമ്പനികളിൽ നേരിട്ട് നടത്തിയ പരിശോധനകളിൽ ഒന്നിൽ പോലും, ഒരു സ്ഥാപനത്തിൽ പോലും കൃത്യമായി പ്രവർത്തിക്കുന്നതോ ആ കമ്പനികൾക്ക് വേണ്ട കപ്പാസിറ്റിയിലുള്ളതായിട്ടുള്ള ETPയോ ഒന്നുമില്ല എന്ന് അവരുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. CPCB ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ്. എല്ലാ കമ്പനികളുടെയും രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് എഫ്ലുവന്റ് തള്ളുന്നുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഇതെല്ലാം പൂട്ടിക്കളയാണോ വേണ്ടത്? പൂട്ടുക എന്നുള്ളതല്ലേ, ETP കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ തന്നെ ഇവിടുത്തെ പുറത്തേക്ക് പെരിയാറിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ മാലിന്യം കുറക്കാൻ കഴിയുമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു കമ്പനി സ്ഥാപിച്ചാൽ ആ സ്ഥാപിക്കുന്ന കമ്പനികളിൽ ഉണ്ടാകുന്ന രാസ മാലിന്യങ്ങൾ, എന്ത് മാലിന്യം ആയിക്കോട്ടെ, ജൈവ മാലിന്യം, അത് പ്രവർത്തിപ്പിക്കുക, അത് ട്രീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലുള്ള ETP വേണമെന്നുള്ളത് ഈ രാജ്യത്തെ നിയമമാണ്. ശ്രീ ഹരികുമാർ, താങ്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ട്രീറ്റ് ചെയ്യാതെ അയക്കുക, അല്ലെങ്കിൽ ഭാഗികമായി ട്രീറ്റ് ചെയ്ത് വിടുക. ഇതാണ് പെരിയാറിനെ ഈ ഗതിയിലാക്കിയത്. ഞാനിത് കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികൾക്കും, അതായത് ഞാൻ പറയുന്നത് ഈ മേജർ കമ്പനികൾക്കൊക്കെ ഇന്നത്തെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് ഉണ്ട്. എല്ലാ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സും, കാരണം നമ്മൾ ഈ പറയുന്ന കമ്പനികളൊക്കെ പബ്ലിക് സെക്ടർ കമ്പനികളാണ്. അവർക്കൊന്നും അവിടെ ഇതിലുള്ള ഷോർട്ട് കട്ട്സ് നടത്തി പൊല്യൂട്ടഡ് ആയിട്ടുള്ളത് ഡിസ്ചാർജ് ചെയ്യാൻ ഒരു കമ്പനിക്കും യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അവിടെ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഏതെങ്കിലും കമ്പനികൾ ഉണ്ടെങ്കിൽ അതിനെതിരെ എന്താണ് നിയമം എന്ന് വെച്ചാൽ അത് നടത്തട്ടെ. അതിന് നമ്മൾ ആരും എഗൻസ്റ്റ് അല്ല. ചുമ്മാതെ കാടടച്ച് എല്ലാവരും പൊല്യൂട്ടഡ് ആണ്, എല്ലാവരും. എനിക്ക് തോന്നുന്നത് ഈ ഏലൂർ ഭാഗത്ത് തന്നെ എത്രയധികം കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ടാവും. അതിൽ സ്വകാര്യ കമ്പനികളുമുണ്ട്. ഇതിനൊക്കെ വ്യക്തമായ നിയന്ത്രണം, ഈ നിലയിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന. ഇതിനകത്ത് അൻവർ പറഞ്ഞതുപോലെ CPCBയുടെ റിപ്പോർട്ട് 2017 ഫെബ്രുവരിയിൽ ഗ്രീൻ ട്രിബ്യൂണലിൽ സമർപ്പിച്ചിരിക്കുന്നു. ഈ സുപ്രീം കോടതി ഫെബ്രുവരിയിൽ വേറൊരു ഓർഡർ ഇട്ടിരിക്കുന്നു. രാജ്യത്ത്
സമഗ്രമായ രീതിയിൽ പ്രവർത്തിക്കുന്ന എഫ്ലൂവൻറ്റ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ഇല്ലാത്ത എല്ലാ കമ്പനികൾക്കെതിരെ നടപടിയെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗ്രീൻ ട്രിബ്യൂണൽ കൊടുത്ത റിപ്പോർട്ടിൽ 71 കമ്പനികൾ പരിശോധിച്ചതിൽ 71ലും ETP പ്രവർത്തിക്കുന്നത്, ഇൻക്ലൂഡിങ് ഇപ്പോൾ ബഹുമാന്യനായ ഹരികുമാർ പറഞ്ഞ TCCയിലെ ETP പോലും കൃത്യമായി പ്രവർത്തിക്കില്ലെന്ന് CPCB റിപ്പോർട്ട് പറയുന്നു. അദ്ദേഹം അത് കണ്ടിട്ടുണ്ടാവില്ല. നമുക്ക് FACTയിൽ നിന്ന് CPCBയുടെ ആളുകൾ പരിശോധിക്കാൻ വരുമ്പോൾ പോലും പെരിയാറിലെ വെള്ളം എടുത്തു പരിശോധിച്ചപ്പോൾ 1.5 ആണ് pH എന്ന നില, അതായത് ആസിഡാണ് അപ്പോൾ പെരിയാറിലെ വെള്ളത്തിൻ്റെ pH എന്ന് പറയുന്നത്. അതിനർത്ഥം പൊതു സ്വകാര്യ വ്യത്യാസമില്ലാതെ എല്ലാ കമ്പനികളും മാലിന്യം തള്ളുന്നു എന്ന് തന്നെയാണ്. സർ, അതിനകത്ത് CPCB റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ടിന്റെ കോപ്പി 244 കിലോമീറ്റർ നീളം പെരിയാറിനുണ്ട്. ഈ പെരിയാറിൽ CPCB റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ഈ 74 കമ്പനികളിലും എഫ്ലുവൻറ്റ് ട്രീറ്റ്മെന്റ് സംവിധാനങ്ങൾ ഇല്ല എന്നല്ല, കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവരതിനകത്ത് ചില നിർദ്ദേശങ്ങൾ ഗ്രീൻ ട്രൈബ്യൂണലിൽ ഒരു സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യക്ഷമമല്ല എന്ന് പറയുന്നത് ഞാൻ പറയാം എന്റെ സുഹൃത്ത് അൻവർ പറഞ്ഞ പോലെ 74 കമ്പനികളിൽ CPCB റിപ്പോർട്ട് 14 കമ്പനികളെയാണ് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. പുരുഷനറിയാം, ഈ റിപ്പോർട്ട് പുരുഷന്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ ദിവസം പുരുഷനും ഞാൻ ഒരു ചർച്ചയിൽ പങ്കെടുത്തതാണ്. വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടിനകത്ത് തന്നെ വ്യവസായ മലിനീകരണം മാത്രമല്ല, 244 കിലോമീറ്ററിൽ ആകെ പാതാളം ബണ്ടിന്റെ കായലിനോട് അടുത്ത ഈ പ്രദേശം എന്ന് പറയുന്നത് 244 കിലോമീറ്ററിന്റെ 2% മാത്രമാണ്. ഇവിടെ വ്യവസായ സ്ഥാപനങ്ങൾ ആസൂത്രിത വികസനത്തിന്റെ കാലത്തിൽ കൊണ്ടുവന്നത് ഇവിടെ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് വെള്ളത്തിന്റെ വേലിയേറ്റ ഇറക്ക സമയത്ത് പെരിയാറിന് ഡിസ്ചാർജ് വരുന്നത് ഒഴുകി പൊക്കോളാൻ കഴിയും, മറ്റു ഭാഗങ്ങളിൽ അതല്ല. കുടിവെള്ളത്തിന്റെ തടാകമല്ല ഈ പ്രദേശം, കുടിവെള്ളം ഇവിടെ നിന്ന് എടുക്കുന്നില്ല. അതിനെക്കുറിച്ച് അതിൽ വലിയ അർത്ഥമില്ല. കാരണം 2% ഭാഗത്താണ് യഥാർത്ഥത്തിൽ മാലിന്യം ഈ ഭാഗത്ത് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു വളരെ ശരി തന്നെയാണ്. വ്യവസായ മാലിന്യം, ഈ വ്യവസായ മാലിന്യം ഉണ്ടെന്നുള്ളത് ഇപ്പൊ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഇത് കുടിവെള്ളത്തിലേക്ക് കയറുന്നുള്ളൂ എന്നുള്ളതിനെ പറ്റിയുള്ള ചോദ്യമല്ല ഇവിടെ കൂടുതൽ വരുന്നത്. ഇവിടെ നിന്ന് തള്ളുന്ന മാലിന്യങ്ങൾ തന്നെ ഇതിന്റെ എസ്റ്റൂറിയൻ ഏരിയയിലേക്ക് പോയി കായൽ വെള്ളത്തിൽ ചേർന്ന് സമുദ്രത്തിലേക്ക് വരെ എത്തുന്നുണ്ട് ഈ രാസമാലിന്യങ്ങൾ. ഇവിടുത്തെ എസ്റ്റൂറിയൻ എക്കോസിസ്റ്റം മുഴുവൻ ഡാമേജ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ ഏലൂർ എടയാർ ഭാഗത്ത് വ്യവസായശാലകൾ ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഗവൺമെന്റ് ക്ഷണിച്ചു വരുത്തിയതാണ് 1947 ശേഷം, അല്ലേ? അപ്പോൾ ഈ നിലയിൽ ഇവിടെ നിന്ന് കായലിലേക്കോ അല്ലെങ്കിൽ കടലിലേക്കോ ആണ് രാസമാലിന്യങ്ങൾ, വ്യവസായ മാലിന്യങ്ങൾ പോകുന്നത് എങ്കിൽ ആസൂത്രണത്തിലാണ് പിഴവ്. ആസൂത്രണത്തിൽ വലിയ പിഴവ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞു FACTയിൽ സൾഫൂറിക് ആസിഡും സൾഫേറ്റും ഒക്കെ പോണെന്ന്. FACTയിൽ ക്യാൻഡിലെ പാത്രം കഴുകുന്ന വെള്ളം 50 ലക്ഷം രൂപ മുടക്കി ആ വെള്ളം വരെ ട്രീറ്റ്മെൻറ്റ് ഒരു ബോണ്ട് പണിതിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. നമ്മൾ പണ്ട് 80-90 കാലഘട്ടത്തിൽ വ്യവസായത്തിലുണ്ടാകും. നമ്മൾ ആ കാലഘട്ടം മാറിയത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് പെരിയാറ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ വ്യവസായങ്ങളെല്ലാം വന്നത്. ഇവിടെ 2 കാര്യമുണ്ട്. ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖല സംസ്ഥാന കേന്ദ്രം അവരെല്ലാം ഒരു പരിധി വരെ പൂർണ്ണമായിട്ടും ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ചെറുകിട വ്യവസായങ്ങളുണ്ട്, ചെറുകിട. അപ്പോൾ അവർക്ക് എന്തെന്നാ സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നടത്താനുള്ള സാമ്പത്തിക ശേഷിയോ ഒന്നുമില്ല. ചെറുകിട ഒരുപാടുണ്ട്. ഗവൺമെൻറ് എന്ത് ചെയ്യണം? പൊതുവായിട്ട് കരമാലിന്യാലും മറ്റു എന്ത് മാലിന്യത്തിനും ഒരു പൊതുവായിട്ടുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് ചെയ്യണം. ഇപ്പൊ കേന്ദ്ര സർക്കാർ ഗംഗയെ എങ്ങനെ കാണുന്നോ അതുപോലെ സംസ്ഥാന സർക്കാർ പെരിയാറിനെ കാണും. തുടരുക. നമുക്ക് സ്ഥലം MLA VK ഇബ്രാഹിം കുഞ്ഞ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ്, ഇവിടെ പെരിയാർ ഉള്ളത് കൊണ്ടാണ് ഇത്രയധികം വ്യവസായശാലകൾ, എത്ര 282 വ്യവസായശാലകൾ ഉള്ളത്. ഇത് ഒരു ദിവസം പൂട്ടി പോകാൻ കഴിയില്ല. കാരണം അവിടെ എല്ലാം തന്നെയും നിരവധി തൊഴിലാളികളുണ്ട്, അവരുടെ ജോലി സംബന്ധമായ പ്രശ്നമാണത്. അപ്പോൾ ഇവിടെ അഭിപ്രായം ഉയരുന്നത് ഗവൺമെൻറ് ഈ വ്യവസായശാലകൾക്കെല്ലാം ട്രീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. അത് പൂർണ്ണമായും സാധിക്കുമോ എന്നറിയില്ല. പക്ഷേ ഗവൺമെൻറ്, താങ്കൾ വ്യവസായ മന്ത്രി ആയിരുന്നയാൾ കൂടി ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ വ്യവസായങ്ങൾ പൂട്ടാതെ മലിനീകരണം ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും? അതില് ഒരു പ്രധാന സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വ്യവസായ സ്ഥാപനങ്ങൾ മാത്രമല്ല ഈ പെരിയാർ മലിനീകരിക്കുന്നത്. വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ പെരിയാർ ആരംഭിക്കുന്ന സ്ഥലത്ത് നിന്ന് മുതൽ തന്നെ ഒരുപിടി വേസ്റ്റ് ലോറിക്കും ടാങ്കറിനും കൊണ്ടുവന്ന് അടിക്കുന്നു. മുനിസിപ്പാലിറ്റികളിലെ മാലിന്യങ്ങൾ വന്നു ചേരുന്നു.
അങ്ങനെ ഇത് വ്യവസായങ്ങളെ മാത്രം കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷെ വ്യവസായങ്ങൾക്ക് അവർക്ക് എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. അത് കോമൺ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് സാധിക്കുമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഓരോ വ്യവസായങ്ങൾക്കും അതിനുള്ള ഒരു കർശനമായ നിബന്ധന ആവശ്യമാണ്. പിന്നെ വേറൊരു പ്രധാന സംഗതി, ഈ പെരിയാർ രക്ഷപ്പെടണം. ഈ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദി. ഒരു 240-250 കിലോമീറ്റർ ദൈർഘ്യമുള്ള, വെള്ളം വളരെ സമ്പന്നമായിട്ടുള്ള, ജലസമ്പന്നമായിട്ടുള്ള ഒരു നദി പെരിയാറാണ്. അപ്പൊ ആ പെരിയാർ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഉള്ള പെരിയാർ റിവർ അതോറിറ്റി സ്ഥാപിക്കണം. അതല്ലാതെ ഇതിന് വേറൊരു മാർഗവുമില്ല. ബഹുമാനനായ MLA പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. മുകൾ തട്ട് മുതൽ പെരിയാർ മലിനീകരിക്കുന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഗാർഹിക മാലിന്യങ്ങളും നഗരമാലിന്യങ്ങളും വന്നു ചേരുന്ന ഇടം തന്നെയാണ് പെരിയാർ. അതോടൊപ്പം ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് നോക്കുകയാണെങ്കിൽ അഴുക്ക് ജലം ഒഴുകുന്നുണ്ടാവും, ഖരമാലിന്യം വരുന്നുണ്ടാവും, പ്ലാസ്റ്റിക്കുകൾ വരുന്നുണ്ടാവും, മറ്റ് അറവശാലകള്, കക്കൂസ് മാലിന്യങ്ങള്, അല്ലെ, അങ്ങനെ ഇല്ലാത്ത ഒന്നുമില്ല. അതായത് മനുഷ്യൻ യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടാത്ത ഉപയോഗശൂന്യമായ എല്ലാം തള്ളുന്നു. പെരിയാറിന്റെ തീരം പങ്കിടുന്ന 44 പഞ്ചായത്തുകളും 8 ടൗൺഷിപ്പുകളും ഉണ്ട് നമ്മൾക്ക്. ഈ 44 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 8 ടൗൺഷിപ്പുകളുടെയും മാലിന്യങ്ങൾ വന്നു ചേരുന്നത് പെരിയാറിലേക്കാണ്. നദീമുഖ ഫ്ളാറ്റുകൾ എന്ന പേരിൽ വിപണനം നടത്തപ്പെടുന്ന മുഴുവൻ ഫ്ളാറ്റുകളിലെയും മലം വന്നു ചേരുന്നതും പെരിയാറിലാണ്. ഒരു തർക്കമില്ല. ഫ്ളാറ്റുകൾ വിൽക്കപ്പെടണമെങ്കിൽ അത് റിവർ സൈഡ് ആയിരിക്കണം. റിവർ സൈഡ് വെക്കണതിന്റെ ഉദ്ദേശം തന്നെ സെപ്റ്റിക് മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളാനാണ്. ഞാൻ വിവരാവകാശം വെച്ചിട്ട് നമ്മുടെ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നെടുത്ത റിപ്പോർട്ട് അനുസരിച്ചിട്ട് 457 ഫ്ളാറ്റുകൾക്ക് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന STP ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതിനർത്ഥം എല്ലാ മലവും പെരിയാറിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ വ്യവസായ മാലിന്യം മാത്രമാണെന്നുള്ള അഭിപ്രായം. വ്യവസായ മാലിന്യം മാത്രമല്ല, മറ്റു മാലിന്യങ്ങളുണ്ട്. പക്ഷെ വ്യവസായ മാലിന്യമാണ് നമ്മളെ കൊല്ലുന്നത്, അല്ലേ? തീർച്ചയായിട്ടും രോഗികളാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഇല്ലെങ്കിൽ തൊട്ട് അടുത്ത് 30 തരം കുടിവെള്ള പദ്ധതിയുണ്ട്. ഈ കുടിവെള്ള പദ്ധതിയിലേക്ക് ഹൈറ്റൈഡില് ഈ പറയുന്ന എല്ലാ രാസമാലിന്യങ്ങളെത്തും. നമ്മൾ ഈ പ്രാവശ്യം 5 പ്രാവശ്യം പമ്പിംഗ് നിർത്തിവെച്ചു ആലുവ പ്ലാന്റിൽ നിന്ന്. എന്താ കാരണം? ഉപ്പുവെള്ളം എത്തിയതുകൊണ്ട്. ഉപ്പുവെള്ളം മാത്രമായിട്ട് ഒരു കാരണവശാലും ട്രീറ്റ്മെന്റ് പ്ലാന്റിലെത്തില്ല. ഉപ്പ് നല്ലൊരു ലായകമാണ്. വ്യവസായ മാലിന്യം നമ്മളെ കൊല്ലാതിരിക്കാനാണ് ഇവിടെ നമ്മൾ ഈ നിൽക്കുന്ന ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജും, ഇവിടെ 3 റെഗുലേറ്റർ കം ബ്രിഡ്ജും പെരിയാറിന്റെ ഈ അറ്റത്ത്, നേരത്തെ സീതാരാമൻ സാർ പറഞ്ഞ യെശൂരി പ്രദേശം, ഇത് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ, കുടിവെള്ളത്തെ അഫക്റ്റ് ചെയ്ത് നമ്മളെ കൊല്ലാതിരിക്കാൻ വേണ്ടിയാണ്, വിഷവെള്ളം ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ്. നമ്മളിപ്പോ നിൽക്കുന്ന ഈ റെഗുലേറ്ററി കം ബ്രിഡ്ജിന് സഹായിക്കാൻ കഴിയും ഈ രാസമാലിന്യം അപ്പുറത്തേക്ക് പോകാതെ ഇരിക്കാൻ? ഒരു എക്സ്റ്റെന്റ് വരെ അത് സഹായിക്കും. പക്ഷേ ഈ മാലിന്യങ്ങൾ ഇതിനപ്പുറത്ത് വന്നത് മുഴുവൻ അവിടെ കെട്ടിക്കിടക്കുകയാണ്. പെരിയാറിൽ ധാരാളം വെള്ളമുണ്ട് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. പെരിയാറിലെ ഏറ്റവും വലിയ പ്രശ്നം പെരിയാറിൽ ഒഴുകാൻ വെള്ളമില്ല എന്നുള്ളതാണ്. കാരണം കാച്ച്മെന്റ് ഏരിയ മുഴുവനും നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഡാമുകൾ 8 എണ്ണം ഉണ്ട്. ഡാമുകൾ 14 എണ്ണമാണ് പെരിയാറിലുള്ളത്. അപ്പൊ അവിടെയൊക്കെ പെരിയാറിനെ ബ്ലോക്ക് ചെയ്ത് കൂച്ചുവിലങ്ങ് ഇട്ടുവെച്ചിരിക്കുകയാണ്. ഒഴുകി വരാൻ വെള്ളമില്ലാത്തത് കൊണ്ട് പെരിയാറിൽ വെള്ളം ഉണ്ടെന്ന് കാണിക്കുന്നത് കെട്ടി നിർത്തിയ കുറെ മാലിന്യ കുപ്പത്തൊട്ടി പോലെ കിടക്കുന്ന വെള്ളം മാത്രമേ അല്ലാതെ പെരിയാറിൽ ധാരാളമായി വെള്ളമില്ല. എന്റെ മുമ്പിൽ സംസാരിച്ച അദ്ദേഹം പറഞ്ഞത് ഡൽഹിയെ പോലെ നമ്മളെ കരുതുന്നില്ല. ഡൽഹിയെ പോലെ കരുതിയാൽ 5 കിലോമീറ്റർ വ്യവസായം മുഴുവൻ മാറ്റി സ്ഥാപിച്ചു. അത് നമുക്ക് വേണ്ട. പക്ഷെ ഇവിടുത്തെ മുഖ്യ പ്രശ്നം കേവലം മഴയെ മാത്രം ആശ്രയിച്ചൊഴുകുന്ന 244 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുഴയിൽ നിന്ന് കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ 7,70,00,000 ട്രക്ക് ലോഡ് മണൽ വാരി. ഈ സമയത്ത് 135 മാസം മണൽ നിരോധിച്ചപ്പോൾ 7,000 കേവലം 7,000 ട്രക്ക് ലോഡ് മണലാണ് തിരിച്ചു വന്നത്. അപ്സ്ട്രീം മുകൾത്തട്ടിൽ 15 അണക്കെട്ടുകളും 3 റെഗുലേറ്റർ കം ബ്രിഡ്ജുകളുമുണ്ട്. ഈ പുഴയുടെ അടിത്തട്ട് ലക്ഷദ്വീപ് സമുദ്രത്തിന്റെ ലോ വാട്ടർ ലൈനിനേക്കാളും വരാപ്പുഴ കായലിന് അടിത്തട്ടിലേക്കും. അപ്പൊ താഴ്ന്ന നിലത്തെ നീരോടു ഇതിന്റെ അടിയിൽ കൂടെ ഉപ്പുവെള്ളം നേരെ മുകളിലോട്ട് കയറി വരുന്നുണ്ട്. നിങ്ങൾ എന്ത് പുറത്തോട്ട് വിട്ടാലും ഇതിനടിയിൽ കൂടെ ഈവൻ നിങ്ങളുടെ
വീടിന്റെ അതായത് ഭൂമിക്കടിയിൽ കൂടെ ഉപ്പുവെള്ളം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ റെഗുലേറ്ററി കം ബ്രിഡ്ജിനെ അത് തടയാൻ കഴിയും. അതിന്റെ അടിയിൽ കൂടെ. അത് മാത്രമല്ല, ഇതിന്റെ ബേസ്മെന്റിന്റെ അടിയിൽ വന്നടിയുന്ന മലിനീകരണം, ഈ മാലിന്യങ്ങൾ അവിടെ തന്നെ കെട്ടിക്കിടക്കും. മണൽ ബണ്ടാണെങ്കിൽ അതിനൊരു ഉദാഹരണം, പറപ്പള്ളിക്കാവ് ബണ്ട് 300 മീറ്റർ മുകളിലോട്ട് മാറ്റി സ്ഥാപിക്കാൻ മുൻ മന്ത്രി ശ്രമിച്ചു. അവിടെ തേക്കാനത്തുകാർ ഓടി വന്നു, സാർ ഞങ്ങളുടെ അത്രയും വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ല. ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ശരിയാണ്, ഈ മേഖലയിലുള്ളവരുടെ ആരോഗ്യ പ്രശ്നം വ്യവസായശാലകളുമായി നേരിട്ട് ബന്ധിച്ച് നിൽക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് കൊച്ചി എന്ന ഒരു മഹാനഗരം ഉണ്ടല്ലോ, ഇന്ത്യയുടെ അടുത്ത മെട്രോപൊളിറ്റൻ നഗരമാണ് കൊച്ചി എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ഒരു മെട്രോ നഗരമാണിത്. ആ നഗരത്തിലെ ആളുകളുടെ ശ്വാസം, അതുപോലെ അവരുടെ കുടിവെള്ളം, ഇത് രണ്ടും പൂർണ്ണമായും മലിനീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വിഷവെള്ളമാണ് കൊച്ചിക്കാർ കുടിക്കുന്നത്. ഏറ്റവും കൂടുതൽ കിഡ്നി രോഗമുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കൊച്ചിയായിരിക്കും. ആ നിലയിൽ സ്ഥലത്തെ ഒരു MLA എന്നുള്ള നിലയിൽ മുന്നോട്ട് പോയാലേ നമുക്ക് പറ്റൂ. മനുഷ്യരാശിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം കണക്കാക്കുന്നത് എങ്കിൽ അവരുടെ നിലനിൽപ്പിന് എന്താണ് ചെയ്യേണ്ടത്? ഇത് കൊച്ചിയിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് വേണ്ടിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പാതാളത്തും അതേപോലെ തന്നെ പുറപ്പള്ളിക്കാവിലും റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിക്കുന്നത്. ഇത് 160 കോടി രൂപ മുടക്കിയാണ് സ്ഥാപിക്കുന്നത്. ഇപ്പോൾ അവിടെ ചർച്ചയിൽ പറഞ്ഞ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. പക്ഷെ അത് അതിന്റെ ഷട്ടർ പ്രവർത്തനക്ഷമമായിട്ടില്ല. വേലിയേറ്റ സമയത്ത് ഷട്ടർ അടക്കുകയും വേലിയിറക്ക സമയത്ത് തുറക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഫ്ലഷ് ഔട്ട് ചെയ്ത് പോയിക്കോളും, യാതൊരു പ്രശ്നവുമില്ല. അപ്പോ നമുക്കൊരു ഹ്രസ്വകാല പദ്ധതി എന്ന നിലയിൽ ഈ 2 റെഗുലേറ്റർ കം ബ്രിഡ്ജുകളുടെയും പ്രവർത്തനങ്ങൾ നമുക്ക് പെട്ടെന്ന് പ്രാവർത്തികമാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിമാരെ ഒക്കെ ഉള്ളപ്പോ പറഞ്ഞ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു ദീർഘകാല പദ്ധതി ആവിഷ്കരിക്കണം. ഇപ്പൊ പുകക്കുഴൽ വ്യവസായങ്ങള് പുതുതായിട്ട് വരുന്നില്ല. പുകക്കുഴൽ വ്യവസായങ്ങൾ വന്നത് തന്നെ എടയാറില്, അതേപോലെ തന്നെ ഏലൂര് പലതും പൂട്ടിക്കഴിഞ്ഞു. അപ്പോ ഇനി ഉള്ള വ്യവസായങ്ങൾ പുകക്കുഴലിലൂടെ മാലിന്യങ്ങൾ വിസർജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയന്ത്രിച്ചു പോകണം. ഒരു വ്യവസായശാലയും പൂട്ടുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ ഈ പ്രോഗ്രാം ലോകത്തുള്ള മലയാളികൾ എല്ലാം കേൾക്കുകയാണ്, ലോകരാജ്യങ്ങൾ മുഴുവനുള്ള ജനങ്ങൾ കേൾക്കുകയാണ്. അവരോട് നമ്മൾ ചെയ്യുന്ന ഒരു പാതകമാണ് ഈ കോറൽ പോലുള്ള രാജ്യവിരുദ്ധ സംഘടനകൾ പ്രചരിപ്പിക്കുന്ന പോലെ പെരിയാറിലെ വിഷവെള്ളം കുടിച്ച് കൊച്ചിക്കാരെ മുഴുവനും നമ്മൾ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നുള്ള പ്രചരണം. അത് കുറ്റകരമാണ്. പെരിയാറിലെ വെള്ളം കുടിച്ച് ഒരു കിഡ്നി രോഗികളും ഈ രാജ്യത്ത് വളർന്നു വന്നിട്ടുള്ളതായി, അതിന് രോഗത്തിന്റെ ക്യാൻസർ രോഗികളും ഉള്ളതായിട്ടുള്ള ഒരു ചരിത്രവും ഒരു പഠന റിപ്പോർട്ടുകളും ഇല്ല. നമുക്ക് പെരിയാറിനെ സംബന്ധിച്ചും അതിന്റെ ജനവാസ മേഖലയെ സംബന്ധിച്ചും ആരോഗ്യ സർവേ നല്ല വിധത്തിൽ സർക്കാർ നടത്തട്ടെ. ഇതിനു മുൻപ് ഡോക്ടർ MP സുകുമാരൻ നായരും പുരുഷനും എല്ലാം അടങ്ങുന്ന ഒരു കമ്മിറ്റി ഏലൂർ പഞ്ചായത്തും കോതമംഗലത്ത് ഒരു വ്യവസായമില്ലാത്ത പിണ്ടിമന പഞ്ചായത്തും തമ്മിൽ താരതമ്യം നടത്തി ആരോഗ്യ സർവേ പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി കൂടി ആവശ്യപ്പെട്ടിട്ടാണ്. അന്നേരം മനസ്സിലായി ക്യാൻസർ രോഗികൾ ഏലൂരിനേക്കാൾ കൂടുതൽ ഒരു വ്യവസായമില്ലാത്ത പിണ്ടിമനയിലാണ്. എന്നാൽ ഏലൂരിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ആ പഠന പ്രവർത്തനം 8 മാസം നീണ്ടു നിന്നൊരു പഠന പ്രവർത്തനം നടത്തിയത്. അതിനകത്ത് പൊല്യൂഷൻ ഇൻഡ്യൂസ്ഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ആസ്മയും അലർജിയും അതുപോലുള്ള അസുഖങ്ങൾ തന്നെയാണ്, ക്യാൻസർ അല്ല. ഏലൂരിൽ CDS കേരളത്തിൽ നടത്തിയ ഒരു ആരോഗ്യ പഠനമുണ്ട്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ ആരോഗ്യ പഠനം 2005-ലും 2006-ലും. ഈ പഠനവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 1000 മനുഷ്യരിൽ ഏലൂരിൽ കേരളത്തിൽ 14.7 ആളുകൾക്ക് ആസ്മ രേഖപ്പെടുത്തുമ്പോൾ ഏലൂരിൽ അത് 72.8. എത്ര ഫോൾഡ് കൂടുതലാണ് കാണുക. സീതാരാമൻ കൂട്ടിച്ചേർത്തോ വേഗം. അതായത് വായു മലിനീകരണം വളരെ ശക്തമാണ്. ഏലൂർ എരിയാർ മേഖലയിൽ മാത്രമല്ല, ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ വായു മലിനീകരണം കൊച്ചി നഗരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും എത്തുന്നുണ്ട്. അവിടെ പല സമയങ്ങളിലായിട്ട് ഫോഗുകൾ, അതുപോലെയുള്ള സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ്, SPM, ഇതുപോലെയുള്ള
ഇത് വളരെ കൂടുതലായിട്ടാണ് കൊച്ചി നഗരത്തിൽ നാം കാണുന്നത്. അതുകൊണ്ട് വായു മലിനീകരണം ഇല്ല എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. ഇപ്പൊ തന്നെ നമുക്ക് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ വായുവിലേക്ക് അടിച്ചു കയറ്റമാണ്. അത് കുഴപ്പമില്ലാത്തതാണോ ഗോപിനാഥൻ? വായു മലിനീകരണം ഇല്ലെന്നോ, ഇപ്പൊ താങ്കൾക്ക് മണക്കുന്നില്ല ഇത്? വായു മലിനീകരണം ഇല്ലെന്നോ ജലമലിനീകരണം ഇല്ലെന്നോ നമ്മൾ പറഞ്ഞോട്ടോ. നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാം. ഇതാണ് ആ നിലയിലെ ചർച്ചയുള്ളൂ. പറഞ്ഞോ. വേറൊരു മൈക്ക് കൂടി ഉണ്ടല്ലോ. ഇവിടെ ഗോപിനാഥ് പറഞ്ഞപ്പോഴേ കുടിവെള്ളം ഇവിടെ നിന്ന് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ തൊട്ട് അപ്പുറമാണ് ഏലൂക്കര കുടിനീർ പമ്പുണ്ട്. ആ കുടിനീർ പമ്പിൽ നിന്ന് 2 ലക്ഷത്തിൽ പരം ആളുകൾ വെള്ളം ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ രാസ മാലിന്യങ്ങൾ ഇതിലേക്ക് കടക്കുന്നു എന്ന് ഈ പറയുന്ന പോലെ തന്നെ നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഡൈക്കുകൾ, കോൺക്രീറ്റ് ഡൈക്കുകൾ, അതായത് കോൺക്രീറ്റ് ഭിത്തികൾ ഈ പുഴയുടെ തീരത്ത് നിർമ്മിക്കണമെന്നാണ് അവരുടെ നിർദ്ദേശം. ഇതുപോലെ തന്നെ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി 2007 ഇവിടെ വന്ന് പരിശോധിച്ചു. വി ഡി സതീശൻ, രാജാജി മത്തുവിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് വന്നത്. വി ഡി സതീശൻ, AM യൂസഫ് മുതലായ ആളുകൾ ഇവിടെ വന്നിട്ട് നിർദ്ദേശം കൊടുത്തു. ലളിതമായ ഒരു നിർദ്ദേശമാണ് പറഞ്ഞത്. നിങ്ങൾ ഈ ഡൈക്കുകൾ, അതായത് കോൺക്രീറ്റ് ഭിത്തികൾ ഇതിന്റെ തീരത്ത് നിർമ്മിക്കണം. ഇവിടെ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കോ ജനപ്രതിനിധികൾക്കോ സാറിന് തന്നെയായാലും ഈ സ്ഥലത്ത് നമ്മൾ ഈ പുഴയരിയിലൂടെ പോയി ഇത് കണ്ടെത്താൻ സാധ്യമല്ല. ഈ മലിനം ഒഴുക്കുന്നത് അതിന് ഒരു നിരീക്ഷണ പാത നിർമ്മിക്കണമെന്ന് പറഞ്ഞു. ഈ ഇൻഡസ്ട്രിയൽ ബെൽറ്റിൽ 2007 സമർപ്പിച്ച ഈ റിപ്പോർട്ടിന്മേൽ സംബന്ധിച്ച് യാതൊരു രാഷ്ട്രീയ പാർട്ടികളോ ട്രേഡ് യൂണിയനുകളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഈ മലിനീകരണം നടത്തുന്ന വ്യവസായശാലകൾക്ക് ഒത്താശ ചെയ്യുകയാണ്. നിങ്ങൾക്ക് തൊഴിൽ നടത്തണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം ട്രേഡ് യൂണിയന്റെ മാത്രം ആവശ്യമില്ല, പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. പക്ഷേ നിയന്ത്രണം വിട്ടും അല്ലെങ്കിൽ പരിധി വിട്ടും ഈ ട്രേഡ് യൂണിയനുകൾ വ്യവസായ ഉടമകളെ സഹായിക്കുന്നു. ഇല്ല, ട്രേഡ് യൂണിയനുകളും പരിസ്ഥിതി സംഘടനകളും എല്ലാം നിരന്തരമായി ശബ്ദം ഉയർത്തിയതിന്റെ ഭാഗമാണ് ഫോഗ് ലാമ്പ് ഇട്ട് നമുക്ക് യാത്ര ചെയ്യാൻ 10 മണി വരെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഏലൂർ വ്യവസായ മേഖല. ഇന്ന് അതിന്റെ ആവശ്യമില്ല. 986 ശേഷം അപകടകരമായ ഖരമാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനങ്ങൾ രാജ്യത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. പെരിയാർ മലിനീകരണത്തിന്റെ പേരിൽ ഒരു വ്യവസായശാല അടച്ചുപൂട്ടുക എന്ന് പറഞ്ഞാൽ അത് ആ വ്യവസായത്തിന് തന്നെ നാണക്കേടാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏത് വിധത്തിലുള്ള ശാസ്ത്രീയ നടപടികളും നമുക്ക് സ്വാഗതം ചെയ്യാം. അതുണ്ടാവണം. എല്ലാം സെമിനാറിൽ അവസാനിക്കുകയാണ് പലതും. ഇപ്പൊ പെരിയാർ റിവർ അതോറിറ്റി പറഞ്ഞു, അതെല്ലാം നമ്മൾ ചർച്ചകളിൽ മാത്രം അവസാനിക്കുകയാണ്, റിയാലിറ്റിയിലേക്ക് വരുന്നില്ല. ഈ പണ്ട് കാലത്ത് നമ്മളൊക്കെ പുസ്തകത്തിൽ പഠിച്ചിരുന്നത് ഈ പുഴയോരം എന്നുള്ളത് വ്യവസായശാലകൾക്ക് സ്വാഭാവികമായും വന്നു ചേരാനുള്ള ഒരു ഇടമായിട്ടാണ്. പിൽക്കാലത്ത് അത് അല്ല എന്നും യഥാർത്ഥത്തിൽ ആദ്യം സംരക്ഷിക്കേണ്ടത് കരയേക്കാൾ കൂടുതൽ ജലമാണ് എന്നും നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ രക്തമോടുന്നത് അതുപോലെ പ്രധാനപ്പെട്ടതാണ് പുഴ എന്നുമൊക്കെ നമ്മൾ പിൽക്കാലത്ത് പഠിക്കുകയും പക്ഷെ അതിനകത്തൊരു തിരുത്തൽ വരാതിരിക്കുകയും ചെയ്യുന്നു. എത്ര കണ്ട് നമ്മൾ ഈ നയത്തിലുണ്ടായിട്ടുള്ള നമ്മുടെ ഒരു പാകപ്പിഴ നമ്മളെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്? ചുരുക്കി ഈ 65 ശേഷമാണ് നമ്മുടെ ഈ മേഖലയിൽ വ്യവസായികൾ വന്നത്. ഈ എടയാർ മേഖലയ്ക്കകത്ത് വ്യവസായികൾ വരുന്നത് 65 ശേഷവും ഏലൂർ മേഖലയ്ക്കകത്ത് 35 ശേഷമാണ്. അത് വന്നതിന് ശേഷമാണ് ഈ നാടിന്റെ ഈ പ്രദേശത്തിന്റെ വികസനം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതൊരു വ്യവസായ നഗരമായി മാറി. വ്യവസായ നഗരമായി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായ നഗരമാണ്. നാടിന്റെ വികസനം ഉണ്ടായി, കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനം. ജനങ്ങളുടെ പുരോഗതി ഉണ്ടായത് വ്യവസായികൾ വന്നതിന് ശേഷമാണ്. ഇവിടെ മലിനീകരണം നിയന്ത്രിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ആളുകളൊക്കെ വന്നു ചേർന്നിട്ടുള്ളതായിരിക്കും അല്ലേ? കേരളത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഒരു അജണ്ട വരുന്നത് എന്താന്ന് വെച്ചാൽ വ്യവസായങ്ങൾ അടയ്ക്കണം. വ്യവസായങ്ങൾ അടച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾ ഈ രാജ്യത്തിന്റെ വികസനം തടയണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട അജണ്ട ഇതിന്റെ എല്ലാം പിന്നിലുണ്ട്. ഇവിടെ ഇപ്പൊ ശ്രീശക്തി പേപ്പർ മില്ല് 500 തൊഴിലാളികൾ പണിയെടുത്തിരുന്നതാണ്. ഇപ്പൊ ഏതാണ്ട് ഒരു 1.5 വർഷക്കാലമായിട്ട് അടഞ്ഞു കിടക്കാണ്. ഇവിടെ ആകെ ബുദ്ധിമുട്ടാണ്. ബിനാനി കമ്പനി അടച്ചുപൂട്ടിപ്പോയി. വ്യവസായങ്ങളുടെ ശവപ്പുറമ്പായി ഏലൂർ എടയാർ വ്യവസായ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങളുടെ ജീവിതത്തെ വളരെ നല്ല നിലയ്ക്ക് ബാധിച്ചിട്ടുണ്ട്. ഇവിടെ മലിനീകരണം തടയണമെന്ന് പറഞ്ഞാൽ വ്യവസായ മലിനീകരണം മാത്രമല്ല, വ്യവസായങ്ങൾ മലിനീകരണം ഉണ്ടാക്കണില്ല എന്നൊന്നും ആരും പറയണില്ല, നിയന്ത്രിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ 244 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഒഴുകിയെത്തുന്ന പെരിയാറ്, ആ പെരിയാറ് അവിടെ മുതൽ ഈ മാലിന്യങ്ങൾ വഹിച്ചുകൊണ്ടാണ് ഇവിടെ ഒഴുകി വരുന്നത്. ഇവിടെ വരുമ്പോൾ ഇത് തടഞ്ഞു നിർത്തപ്പെടാണ്. ഈ റെഗുലേറ്ററി കം ബ്രിഡ്ജ് വന്നിട്ട് ഒരു സംഘം ആളുകൾ വന്നിട്ട് അത് തുറക്കാൻ അനുവദിച്ചില്ല. അവിടെ നിന്ന് 244 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഒഴുകി വരുന്ന ഈ മാലിന്യങ്ങൾ ഇവിടെ വന്ന് കെട്ടിയേക്കാണ്. അത് തുറന്നു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോവുള്ളൂ. അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി അനുവദിച്ചില്ല. ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ട് ഇവിടെ തടഞ്ഞു നിർത്തി.
ആ തടഞ്ഞു നിർത്തിയതല്ല എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തെ ബാധിച്ചിട്ടുണ്ട്. ഇത് വ്യവസായികളിൽ നിന്ന് മാത്രം വരുന്ന മാലിന്യങ്ങളെല്ലാം ഇവിടെ കെട്ടി നിൽക്കുന്നത്. താങ്കളുടെ പോയിന്റ് ഇതാണ്, വ്യവസായശാലകൾ അടച്ചുപൂട്ടാൻ പറ്റില്ല. വ്യവസായങ്ങൾ അടച്ചുപൂട്ടണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട അജണ്ട. ഈ നിലയിൽ നമുക്ക് വ്യവസായ മാലിന്യങ്ങൾ ഒഴിവാക്കാൻ എന്താണ് പോംവഴി? അതിലിപ്പോ ഇവിടെ പറഞ്ഞ പോലെ ഈ പെരിയാർ അതോറിറ്റി ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഇതിന്റെ നിയന്ത്രണം ആരെങ്കിലും ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളെല്ലാവരും സ്വകാര്യ വ്യവസായശാല നടത്തുന്നു. ആ വ്യവസായശാലയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? അതിന്റെ എഫ്ലുവന്റ് പ്ലാന്റ് സർക്കാർ ഉണ്ടാക്കി കൊടുക്കണം എന്നാണോ? കോമൺ എഫ്ലുവന്റ് പ്ലാന്റ് വരണം, കോമൺ ആയിട്ട് വരണം. അതുപോലെ കമ്പനികളിൽ പ്രോസസ് സീതാരാമൻ പറയട്ടെ. അതുകൊണ്ടാകണം. അതെങ്ങനെ സാധിക്കും? അത് പ്രാക്ടിക്കലാണോ? പ്രായോഗികമായി വൻകിട സ്ഥാപനങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എല്ലാം നിർബന്ധമായി ഉണ്ടാവണം. ഇപ്പൊ സ്വകാര്യ വ്യവസായശാലകളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാണ്? രണ്ടുപേരും കൂടെ നിൽക്കൂ, ഇത് രണ്ടുപേരും പറയട്ടെ. ഇതിനകത്ത് സർക്കാർ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊന്നും നടപ്പാവുന്ന കാര്യമല്ല. അതാത് വ്യവസായശാലകൾ വ്യവസായങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ശരിയായ രീതിയിലുള്ള എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അവർക്ക് ഉണ്ടാകണം. അത് ഉണ്ടായാൽ മാത്രം പോരാ, അത് പ്രവർത്തിക്കണം. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം, പല കമ്പനികൾക്കും നമ്മുടെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നെ സമ്മാനം കൊടുക്കുന്നുണ്ട്, അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സാധനങ്ങൾ രാത്രി കാലങ്ങളിൽ പ്രവർത്തിക്കാറില്ല. ഈ രാത്രി ഇതങ്ങോട്ട് ഒഴുക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അത് കടലിലെത്തൂലേ? അത് കടലിലെത്തൂല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പോലും പറ്റുക? അല്ല, എന്റെ സംശയമാണ്. ഇവിടുന്ന് ഇപ്പൊ ഈ ഭാഗത്ത് നിന്ന് രാത്രി ഈ സമയത്ത് അങ്ങ് ഇളക്കി വിട്ടാൽ ഒരു മണം ഉണ്ടാവുമെന്നല്ലാതെ ഈ പെരിയാറിന്റെ നിറം മാറുന്നത് പോലും നമുക്കറിയില്ല. അത് ഒഴുകിപ്പോവും. അതുകൊണ്ട് അതിനെ ഇവിടെ ഇപ്പോ ഒരാളെന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ, നിങ്ങൾ ആരും ചർച്ചയിൽ പങ്കുചേരുന്നില്ലേ? ഇതിനു വേണ്ടി വാദിക്കുന്ന ആളുകൾ, തർക്കിക്കുന്ന ആളുകൾ വന്ന് പരിശോധിച്ചല്ലോ. ചില കമ്പനികളിൽ നിന്നെന്ന് പറഞ്ഞ മാലിന്യം പുഴയിലേക്ക് ഒഴുക്കണേ എന്ന് പറഞ്ഞിട്ട് പരിശോധന നടത്തിയിട്ട് പറഞ്ഞാൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പരിശോധിക്കാൻ വേണ്ടി പത്രക്കാരടക്കം വന്നിട്ടുള്ള ആളുകൾക്കൊന്നും ഒന്നും കണ്ടെത്താൻ കഴിയാതെ തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കോട്ടെ, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്ത് സർക്കാരിന് കോമൺ ട്രീറ്റ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്ത് FACT അമ്പലമുകളിൽ കരമാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള ഒരു കോമൺ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പരിമിതമാണ്, ഇനിയും കൂടുതൽ ഉണ്ടാവേണ്ടതുണ്ട്. വൻകിട വ്യവസായശാലകൾക്ക് സ്വന്തമായിട്ടുള്ള ETP സംവിധാനം വേണം. സീതാരാമൻ സാർ പറഞ്ഞ പോലെ സംവിധാനം ഉണ്ടായിട്ട് കാര്യമില്ല. അത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള എൻഷുർ ചെയ്യാൻ ഇവിടുത്തെ സർവൈലൻസ് ഓഫീസ്, PCBയുടെ സർവൈലൻസ് ഓഫീസ് നിർബന്ധമായി നല്ല വിധത്തിൽ പ്രവർത്തിക്കണം. ഇവിടെ പെരിയാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ നദികളും സംരക്ഷിക്കണം എന്ന് തന്നെയാണ് മൊത്തം ജനങ്ങളുടെ നിലപാട്. ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റ് കൂടിയാണ്, ഞങ്ങളുടെയും നിലപാട് അത് തന്നെയാണ്. ഞങ്ങളിപ്പോ എൻ്റെ പെരിയാർ എൻ്റെ വ്യവസായം എന്ന ഒരു ക്യാമ്പയിൻ ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ തൊഴിലാളികൾക്ക് പെരിയാറിനോടുള്ള ബന്ധവും താല്പര്യവും അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇവിടെ വ്യാപകമായി പെരിയാറിലെ കുടിവെള്ളം, 40 ലക്ഷം പേർക്ക് കൊടുക്കുന്ന കുടിവെള്ളം മലിനമാണ് എന്ന് ബോധപൂർവമായ ഒരു പ്രചാരണം നടത്തുന്നുണ്ട്. ഞാൻ ഏതാണ്ട് കഴിഞ്ഞ 20 വർഷമായി പെരിയാറിലെ വെള്ളം കുടിക്കുന്നയാളാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം കളക്ടർ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പെരിയാറിൽ കുടിവെള്ളം പമ്പ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വെള്ളം പലവട്ടം എടുത്ത് പരിശോധിച്ചതിന്റെ റിപ്പോർട്ടുകൾ പത്രദ്വാര നമ്മളൊക്കെ വായിച്ചു. പെരിയാറിലെ കുടിവെള്ളത്തിൽ കഴിഞ്ഞ ദിവസം ജലസേചന വകുപ്പ് മന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു, കുടിവെള്ളത്തിൽ രാസമാലിന്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബോധപൂർവം കുടിവെള്ളത്തിൽ രാസമാലിന്യമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നതിന്റെ പിന്നിലെ ഗൂഢോദ്ദേശം വളരെ വ്യക്തമാണ് എന്നാണ്. അത് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി തകർക്കാനും കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കാൻ ആരുടെയോ ഗൂഢാലോചനയുടെ ഫലമായി നടക്കുന്ന പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ. പെരിയാറിന്റെ ഉത്ഭവ സ്ഥാനത്ത് തന്നെ മലിനീകരിക്കപ്പെടുന്നുണ്ട് എന്ന് സമ്മതിച്ചാൽ തന്നെയും അവസാന 20 കിലോമീറ്റർ ചുറ്റളവിൽ രാസഖര മാലിന്യങ്ങൾ ഉണ്ട് എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോ പരിസ്ഥിതി പ്രവർത്തകരോ വെറുതെ പറയുന്നതല്ല. കേന്ദ്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ പഠനങ്ങൾ, ഇത്തരം പഠനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പൊല്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ രാസഖര മാലിന്യങ്ങൾ പെരിയാറിലേക്ക് കണ്ടാമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ട്രേഡ് യൂണിയനും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും
പരിസ്ഥിതി പ്രവർത്തകരെ ഒരു പക്ഷെ നിർത്തിയിട്ട് ഇവിടുത്തെ കമ്പനികൾക്ക് രക്ഷപ്പെടാൻ പാകത്തിന്, കുത്തക കമ്പനികൾക്ക് രക്ഷപ്പെടാൻ പാകത്തിനുള്ള നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവർ പറയുന്നു. ഈ CPCB റിപ്പോർട്ട് കാണാതെ ആ റിപ്പോർട്ടിനെ കുറിച്ച് പറയരുത്. ഇത് നോക്ക്, പനംകുറ്റി മുതൽ ഏലൂർ ഫെറി വരെ 78 കിലോമീറ്റർ ജലത്തിന്റെ സാമ്പിൾ പരിശോധിച്ച പ്രകാരം കുടിവെള്ള സ്റ്റാൻഡേർഡായ 10500 2012 പ്രകാരം pH, ടെർബിഡിറ്റ, അമോണിയ, നൈട്രജൻ, അയൺ, മാംഗനീസ്, കോളിഫോം തുടങ്ങിയവ കൂടുതലാണ്. അതിലും കോളിഫോമും അമോണിയയും നൈട്രജനും കൂടുവാൻ കാരണം സീവേജ് വാട്ടറാണ്. ഉയർന്ന തോതിലുള്ള അയൺ, മാംഗനീസ് എന്നിവയുടെ കാരണം അവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത മൂലം ഉണ്ടാകുന്നതാണ്. ഇത് മനുഷ്യദത്തമായ കാരണമല്ലെന്ന് CPCB റിപ്പോർട്ടാണ്. വ്യവസായ മലിനീകരണത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പെരിയാറിനെ കുറിച്ച് പറയുമ്പോൾ സാമാന്യവൽക്കരിക്കുന്ന ഒരു കാരണമുണ്ട്. 244 കിലോമീറ്ററിന്റെ കഥയും കേരളത്തിലെ 44 നദികളുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഏലൂർ എടയാർ മേഖലയിൽ കുടിവെള്ളത്തിന്റെ പേരിൽ വ്യവസായങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ഗൂഢമായ ശ്രമമാണ് അതല്ല എന്ന് നിങ്ങൾ പറയട്ടെ. ഏതെങ്കിലും ഒരു കമ്പനി അടച്ചുപൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആ കമ്പനിയുടെ 3 മാസം കൊണ്ടാണ്. പെരിയാർ ഒരു പരിസ്ഥിതി ഒരു കമ്പനി അടച്ചുപൂട്ടിയിട്ടുണ്ടെങ്കിൽ അടച്ചുപൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പോയി നോക്കി അറിയാം അതിന്റെ കാരണങ്ങൾ. അൻവർ പറഞ്ഞത് ഞാൻ വ്യവസായ മലിനീകരണവും കുടിവെള്ളത്തെയും കൂട്ടിക്കുഴയ്ക്കരുതെന്നാ പറഞ്ഞത്. ഇവിടെ ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിന്റെ പേരിൽ ജനങ്ങളെ സാധാരണ ഈ ഹോളിഡേ ദിവസങ്ങളിലൊക്കെ പുഴ ചുവന്നാണ് ഒഴുകാറ്. സാധാരണ ഹോളിഡേ ദിവസങ്ങളിലൊക്കെ പുഴ ചുവന്നാണ് ഒഴുകാറ്. അതെന്തുകൊണ്ടാ? ആ സമയത്ത് ആരും ചെക്കിംഗ് ഒന്നും ഉണ്ടാവൂല, സുഖമായിട്ട് വിടാലോ. കമ്പനികൾ പൂട്ടുക എന്നത് പരിസ്ഥിതിക്കാരുടെ അജണ്ടയല്ല. കമ്പനികൾ പൂട്ടുക എന്നത് പരിസ്ഥിതിക്കാരുടെ അജണ്ടയല്ല. ഇവിടുത്തെ ട്രേഡ് യൂണിയൻ മാനേജ്മെന്റ് നീതി പാലിക്കണം. അവരുടെ അവിശുദ്ധ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം. പെരിയാർ മലിനീകരിക്കുന്നു പെരിയാർ മലിനീകരിക്കുന്നു, വായു മലിനീകരിക്കുന്നു, ജലം മലിനീകരിക്കുന്നു. ഇവയെല്ലാം മലിനീകരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ വർഷങ്ങളായ മലിനീകരണം ഉള്ളപ്പോഴും വ്യവസായങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങളെല്ലാം ജനിക്കും, എന്റെ കാർന്നൂരും ഈ വ്യവസായങ്ങളിൽ ജോലി ചെയ്ത് ജീവിച്ചു പോന്നിട്ടുണ്ട്. വ്യവസായങ്ങളും അതുപോലെ തന്നെ ജനങ്ങളും അവർക്ക് ജീവിക്കാനുള്ള വ്യവസായവും കൃഷിയും എല്ലാം നിലനിർത്തിക്കൊണ്ട് പെരിയാറിനെ സംരക്ഷിച്ച് ഇതെല്ലാം ചെയ്യാൻ എന്ത് കഴിയുമെന്ന് പരിതസ്ഥിതി ഉൾപ്പെടെ സർക്കാരും ഇതിനകത്തൊരു അഭിപ്രായം സമർപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ, പദ്ധതി ഉണ്ടോ ഇല്ലേ? ഇതേ ഈ കമ്പനി പൂട്ടിക്കാൻ നടക്കുന്നു പറയുന്നത് ശരിയല്ല. വ്യവസായങ്ങൾ വേണം, വ്യവസായങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ തൊഴിൽ കിട്ടുള്ളൂ. പക്ഷേ വ്യവസായങ്ങളുടെ മേളിൽ സമ്മർദ്ദം വേണം. ഗവൺമെന്റ് അവരവരുടെ നോംസ് പാലിച്ചും കൊണ്ടാണോ പ്രവർത്തിക്കണമെന്ന് വേണ്ട മോണിറ്ററിംഗ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ അങ്ങനെയില്ല. അതുകൊണ്ട് ഈ കഴിഞ്ഞ 14 ദിവസമായിട്ട് ഈ പുഴ കറുത്ത നിറത്തില ഒഴുകിയേ എല്ലാവരും കണ്ടതാ. അപ്പൊ ഇപ്പൊ അതില് നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞു ഇവിടെ ആരോ വെള്ളം നല്ലായിരുന്നു. 14 ദിവസമായിട്ട് ഈ വെള്ളം കറുത്താ പോയെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം വ്യവസായങ്ങൾ പൂട്ടാൻ പാടില്ല, വ്യവസായങ്ങൾ പുതിയതും വരണം, തൊഴിലില്ലായ്മ ഉണ്ടാകാൻ പാടില്ല, തൊഴിൽ കിട്ടണം. പക്ഷേ ഈ കമ്പനികളുടെ മേളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അവർ പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചു പോകണം. അത്രേ ഉള്ളൂ. അതിലൊന്നും ഒരു തർക്കമില്ല. ട്രേഡ് യൂണിയൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഏലൂർ പുരുഷൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 3 തരത്തിൽ ഇവിടെ മലിനീകരിക്കപ്പെടുന്നു ഉണ്ടെന്ന് പറയുണ്ടായി. ഒന്ന് കര മലിനീകരണം, ജലം, അതുപോലെ വായു. ഇതിനെ സംബന്ധിച്ച് മുറവിളി കൂട്ടുന്ന ഒറ്റ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴ മാലിന്യത്തെ സംബന്ധിച്ച് മാത്രമേ മുറവിളി കൂട്ടുന്നുള്ളൂ. അന്തരീക്ഷ മലിനീകരണം ഇവിടെ നടത്തുന്നത് ടണ്ണ് കണക്കിനാണ് അന്തരീക്ഷത്തിലേക്ക് പോകുന്നത്. അതിനെ സംബന്ധിച്ച് യാതൊരു പഠനവും യാതൊരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളിലാണ്. ഒന്ന് വ്യവസായങ്ങൾ അടച്ചുപൂട്ടുക, ഒന്ന് വ്യവസായങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വ്യവസായങ്ങൾ അടച്ചു പൂട്ടണം എന്ന ഒരു സംഘടന ഇപ്പൊ രംഗത്ത് വന്നത് അങ്ങേറ്റം അത് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ സംബന്ധിച്ച് വ്യവസായ തൊഴിലാളികൾ എന്നുള്ള നിലക്കും ട്രേഡ് യൂണിയൻ രംഗത്തുള്ള പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം സംശയം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഇപ്പൊ വേലൂർ പുരുഷൻ തന്നെ പറഞ്ഞു ഇവിടെ വ്യവസായങ്ങൾ പൂട്ടണ്ട, മറ്റൊരു വ്യവസായങ്ങൾ പൂട്ടണം എന്ന് പറയുന്നത്. ആ പൂട്ടണം എന്ന് പറയുന്നത് കോറൽ എന്ന സംഘടന പറഞ്ഞ് അടച്ചുപൂട്ടണമെന്ന് കോറൽ എന്ന സംഘടന പറഞ്ഞു.
കോറൽ എന്ന സംഘടന പറഞ്ഞു വ്യവസായങ്ങൾ അടച്ചുപൂട്ടലല്ല കേട്ടോ, തലവേദന വന്നാൽ തലവെട്ടലല്ല, തലവേദന വന്നാൽ തലവെട്ടലല്ല, അല്ലല്ല പരിഹാരം കാണേണ്ടതാണ്. മതമേലധ്യക്ഷന്മാരുടെ ആശീർവാദത്തോടുകൂടി എറണാകുളത്ത് കഴിഞ്ഞ ജലദിനത്തിൽ കളക്റ്റീവ് ഫോർ റൈറ്റ് ടു ലീവ് എന്ന് പറയുന്ന സംഘടന പെരിയാറിലെ വെള്ളം കുടിച്ച് കിഡ്നി രോഗികൾ വർദ്ധിക്കുകയാണ് എന്ന് പറഞ്ഞ് ശുദ്ധ അസംബന്ധം പ്രചരിപ്പിച്ചു. അതാണ് അദ്ദേഹം ടൈറ്റസ് ചൂണ്ടിക്കാണിച്ച പ്രശ്നം. അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ക്രിമിനൽ കുറ്റമല്ലേ? ഇപ്പൊ നമ്മൾ പറയുന്നത് ഇത് വ്യവസായശാലകളിലെ ട്രേഡ് യൂണിയൻസ് തൊഴിലാളികൾ വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന വിഷയമേ. മാനേജ്മെന്റിന്റെ ലാഭത്തിന് വേണ്ടി നിങ്ങൾ കൂട്ടുനിൽക്കുന്നത് കൊണ്ടല്ല ഈ വിഷയം ഉണ്ടാവുന്നത്. ലാഭത്തിന് വേണ്ടി വ്യവസായ തൊഴിലാളികൾ മാലിന്യം പുറത്തേക്ക് തള്ളിവിടുന്നു, അതിന് നിങ്ങൾ ഒത്താശ ചെയ്യുന്നു ട്രേഡ് യൂണിയൻ നേതാക്കൾ. അത് ഞാൻ പറയാം. പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതിയാണ് വിദേശ ഫണ്ട് വാങ്ങിച്ചിരുന്നത്. എന്നോടാണ് ചോദ്യമെങ്കിൽ സക്കീർ പറഞ്ഞതിന് ഞാൻ ഉത്തരം പറയാം. വ്യവസായങ്ങൾ ലാഭകരമായിട്ടല്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല. അതിനകത്ത് ആർക്കും തർക്കം ഉണ്ടാവേണ്ട കാര്യമില്ല. ലാഭത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മലിനീകരണ പ്രവർത്തനങ്ങൾ, അതാണ് സർക്കാരിന്റെ ചുമതല വേണമെന്ന് പറഞ്ഞത്. കാരണം ചോദ്യത്തിന് ഡയറക്റ്റ് ഉത്തരം. അതായത് ഈ വ്യവസായശാലകളിൽ നിന്ന് ട്രീറ്റ് ചെയ്യാതെ മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം അറിയുക തൊഴിലാളികളാണ്, ട്രേഡ് യൂണിയൻ സംഘടന. തീർച്ചയായിട്ടും തൊഴിലാളികളായിരിക്കും അതിന്റെ ഇര. അതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയനുകൾക്ക് ആ കാര്യത്തിൽ നല്ല ബാധ്യതയുണ്ട്, ചുമതലയുണ്ട്. ട്രേഡ് യൂണിയനുകളുടെയും നിരന്തരമായിട്ടുള്ള ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യവസായശാലകൾ ഈ പ്രവർത്തനങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. വ്യവസായശാലകൾ അടച്ചുപൂട്ടണമെന്നുള്ള കോറൽ എന്ന് പറയുന്ന ആ സംഘടനയുടെ നിലപാടിനോട് യോജിപ്പില്ല. പക്ഷേ കോറൽ ഒരു രാജ്യവിരുദ്ധ സംഘടനയാണെന്ന് താങ്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണെന്ന് പറയണം. കാരണം കഴിഞ്ഞ 22-ാം തീയതി മുതൽ 26-ാം തീയതി വരെ നിയമപ്രകാരമായി അവർ എറണാകുളത്ത് സംഘടിച്ച് സമരം ചെയ്തു. രാജ്യവിരുദ്ധമായ ഒരു സംഘടനയാണെങ്കിൽ എന്തുകൊണ്ട് അതിനെതിരെ നടപടിയെടുത്തില്ല? അതോടൊപ്പം ഇവിടെ വ്യവസായങ്ങൾ മലിനീകരണം നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ കമ്പനികളിലേക്ക് ഉള്ള വെള്ളം എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ബണ്ടിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ഇൻടേക്ക് പമ്പ് ഉണ്ടാക്കിക്കൊണ്ട് ആ വെള്ളം കമ്പനികളിലേക്ക് പമ്പ് ചെയ്യുകയാണെങ്കിൽ എന്തുമാത്രം മലിനീകരണം ഇവിടെ കുറക്കാൻ പറ്റുമെന്ന് ചിന്തിക്കണം. അതിനുള്ള മാർഗം ഇവിടുത്തെ സർക്കാരാണ് കണ്ടെത്തേണ്ടതെന്നല്ല, ഇവിടുത്തെ വ്യവസായശാലകൾ തന്നെയാണ് അതിന്റെ ചെലവ് കണ്ടെത്തേണ്ടത്. അതിനോടാണ് ചോദ്യം. കഴിഞ്ഞ 21/11/2016 കടങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 21 മെമ്പർമാരോട് ചേർന്നിട്ട് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് സർക്കാരിലേക്ക് അടക്കാനായിട്ട്. അതായത് ഇവിടെ നിന്ന് 15 കിലോമീറ്റർ ദൂരത്തിൽ ആലുവ കുടിനീരും അവിടെ നിന്ന് 5 കിലോമീറ്റർ ദൂരത്തിൽ ചൊവ്വര കുടിനീരും ഇവിടുന്ന് 1.5 കിലോമീറ്റർ പോലും ദൂരമില്ലാത്ത 30 കുടിനീര് എന്തിനാ മറച്ചു വെച്ചത്? 290 പേരുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ടാണോ? 10,000-കണക്കിന് ആൾക്കാരെ വിഷജലം കുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? ഇതിന് ചോദ്യം നിങ്ങൾ പറഞ്ഞേ പറ്റൂ. ബണ്ടിന്റെ താഴെയാണ് വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ആ വ്യവസായ സ്ഥാപനങ്ങളുടെ ഡിസ്ചാർജ് പോയിന്റ് ഉള്ളതും. വ്യവസായ സ്ഥാപനങ്ങളുടെ ETP കാര്യക്ഷമമല്ലെന്നുണ്ടെങ്കിൽ മലിനീകരണത്തിനുള്ള സാധ്യതകളുണ്ട്, ഉണ്ടായ അനുഭവങ്ങളുണ്ട്, ഇല്ലാന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. അത് കർശനമായി പരിഹരിക്കലാണ് നമ്മൾ ആവശ്യം. അതിന്റെ മുകളിലുള്ള വ്യവസായശാലകളെ സംബന്ധിച്ച് CPC റിപ്പോർട്ട് ഒരു വ്യവസായശാല പോലും പൂട്ടിരുന്നതാണ് ഞങ്ങളുടെ ആവശ്യം. പക്ഷേ ഇവിടുത്തെ കുടിവെള്ളം അതിന്റെ തനതായ രൂപത്തിൽ നിലനിൽക്കണം. അത് നിങ്ങൾ കഴിഞ്ഞ ദിവസം പാതാളത്ത് പ്രസംഗിക്കണ ഞാൻ കേട്ടു. വ്യവസായശാലകളെല്ലാം അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞത് നിങ്ങൾ പ്രസംഗിച്ചു. ജീവിതകാലം മുഴുവൻ നമുക്ക് ജീവിക്കാം. വ്യവസായശാലകൾ ഇല്ല. കുടിവെള്ളത്തിനും തൊഴിലിനും ബദലില്ല. തൊഴിലിന് തൊഴിൽ തന്നെ വേണം. തൊഴിൽ തന്നെ വേണം. കുടിവെള്ളത്തിന് കുടിവെള്ളവും വേണം. രണ്ടിനും വേണം. ഏത് കിതാബിലുള്ള തൊഴിലിന് സംരക്ഷണമൊന്നുമില്ല. കുടിവെള്ളത്തിന് സംരക്ഷണം വേണം. കുടിവെള്ളം ഇല്ലാതെ ഒരു ദിവസം മുന്നോട്ട് പോകാൻ കഴിയില്ല. കമ്പനിയിലെ തൊഴിലാളികളെ കുറിച്ച് മാത്രമാണ് ഇവിടെ വ്യവസായം വേണം, പക്ഷേ പേ പിടിച്ച വ്യവസായം പറ്റില്ല. പേ പിടിച്ച വ്യവസായം പറ്റി സ്നേഹമുള്ളതാണ്. പേ പിടിച്ച ആളുകൾ പുണ്ടായിരിക്കോ? കുടിവെള്ളത്തിൽ വിഷം കലക്കുന്നവന് തുറങ്കലെടുക്കണം. അത് ആരായിരുന്നാലും ശരി. അതിന് നടപടി CA2ന്റെ നേതാവെന്ന നിലയ്ക്ക് താങ്കൾ എടുക്കണം. ആദംകുട്ടിയാണ് പേ പിടിച്ച പോലെ വർത്തമാനം പറയുന്നത്. ആദംകുട്ടിയാണ് പേ പിടിച്ച പോലെ ഞങ്ങളാരും പേ പിടിച്ച പോലെ വർത്തമാനം പറഞ്ഞില്ല. ഇവിടെ പരിസ്ഥിതി പ്രവർത്തകരെ മറുപക്ഷത്തെത്തിയുള്ള സമീപനമാണ് ട്രേഡ് യൂണിയനും രാഷ്ട്രീയക്കാരും കാണിക്കുന്നത്. അത് ആദ്യം മാറ്റണം. അത് മാറ്റാൻ വേണ്ടി ഇവിടെ തന്നെ കൃത്യമായ കമ്പനികൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാത്ത, കമ്പനികൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന അവസ്ഥയാണ്.
ഒരു മഴ പെയ്താൽ പിറ്റേ ദിവസം കിട്ടുന്ന ചെമ്മീൻ ഉൾപ്പെടെ മരിച്ച ചെമ്മീനാണ് യുക്തി പൊട്ടിക്കഴിയുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുക എന്നുള്ളതാണ് ട്രേഡ് യൂണിയനുകൾ 4-3 തൊഴിലാളിക്ക് വേണ്ടി വ്യവസായത്തിന് വേണ്ടി പറയുന്നു എന്നുള്ള ആക്ഷേപം. തൊഴിലാളികൾക്ക് വേണ്ടി പറയും, ട്രേഡ് യൂണിയനുകൾ പറയും, പെരിയാറിന് വേണ്ടിയും കുടിവെള്ളത്തിന് വേണ്ടിയും തന്നെ പറയും. ഈ വ്യവസായങ്ങൾ ലാഭം ഉണ്ടാക്കണം. വ്യവസായങ്ങൾ അടച്ചുപൂട്ടാൻ ആരും പറയണില്ല. 10,000 പേരെ തൊഴിലിന് വേണ്ടി ലക്ഷോപലക്ഷം ജനങ്ങളുടെ കുടിനീര് നഷ്ടപ്പെടുത്താൻ പറ്റൂല എന്ന് പറയണത്. അത് നടക്കൂല. ജീവൻ നിലനിൽക്കണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. താങ്കൾക്ക് ഇത് വേണമല്ലോ. വെള്ളത്തിനൊരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. വായുവിൽ കൂടി പടരുന്നുണ്ടെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞു. എന്തുകൊണ്ട് ഇത് അന്വേഷിക്കണില്ല ഇവര്? എന്തുകൊണ്ട് ഇവര് ഇതിനു വേണ്ടി അന്വേഷിക്കണില്ല? എന്തുകൊണ്ട്? വ്യവസായങ്ങൾ നിലനിൽക്കണം. നിങ്ങൾ പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. ഒരു പിഞ്ചു കുഞ്ഞിന് പോലും ഇനി സംരക്ഷണം ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യവസായങ്ങൾ ലാഭം ഉണ്ടാക്കണം, അതിൽ തർക്കമില്ല. പക്ഷേ എന്ന് വിചാരിച്ചാൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കാൻ പാടില്ല. അതാണ് മെയിൻ പോയിന്റ്. വ്യവസായങ്ങൾ ലാഭം ഉണ്ടാക്കണം, തർക്കമില്ല. പക്ഷെ മാനദണ്ഡങ്ങൾ പാലിച്ചും കൊണ്ട് വേണം ചെയ്യാൻ. ഇവിടെ കൺക്ലൂഡ് ചെയ്തോ. ഇവിടെ ചാരായ ഷാപ്പുകൾ അടച്ചുപൂട്ടിയപ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ട്, അതേസമയം ഈ ചാരായത്തിൽ വിഷം ചേർത്ത് വിൽക്കരുതെന്ന് ഈ തൊഴിലാളികൾ പറഞ്ഞിരുന്നെങ്കിൽ ഈ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടില്ലായിരുന്നു. അതേസമയം ഇവിടുത്തെ വ്യവസായശാലകളിൽ തൊഴിലാളികൾ പറയാണ് ഇവിടെ വിഷം ഒഴുക്കാൻ പാടില്ല, ഇതിന് ഞങ്ങൾ എതിരാവും എന്ന് ട്രേഡ് യൂണിയൻ അടക്കം പറയുകയാണെങ്കിൽ ചുമ്മാറും ഒരു വ്യവസായ തൊഴിലാളി അല്ലായിരുന്നോ? ചുമ്മാറും ഒരു വ്യവസായ തൊഴിലാളി അല്ലായിരുന്നോ? അത് മറച്ചു വെച്ചോണ്ട് വർത്താനം പറയരുത്. അത് മറച്ചു വെച്ചോണ്ട് വ്യവസായത്തിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോ വ്യവസായത്തെ തള്ളി പറയരുത്. വ്യവസായത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത പിറ്റേ ദിവസം പോലും വ്യവസായത്തെ തള്ളി പറയരുത്. അത് നല്ലതല്ല. വ്യവസായം നിലനിൽക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ വ്യവസായ തൊഴിലാളികൾ എന്ന് വെച്ചാൽ വ്യവസായം പൂട്ടി വ്യവസായ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ തൊഴിലാളികളുടെ ട്രേഡ് യൂണിയൻ നേതാക്കള് അതിന് മുൻകൈ എടുക്കണം. അതന്നെയാണ് ആ ചർച്ചയുടെ പ്രധാനപ്പെട്ട കാതലാണ്. എങ്ങനെയാണ് പരിഹാരം? സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ അവസാനം വരെ മലിനീകരണം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ്. ഒരു ടെസ്റ്റ് റിപ്പോർട്ടല്ല നമ്മുടെയൊക്കെ ആവശ്യം. മലിനീകരണത്തിനുള്ള ഒരു മലിനീകരണ വിരുദ്ധത്തിനായിട്ടുള്ള ഒരു എത്തിക്സ് ആണ് നമുക്ക് വേണ്ടത്. കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജലത്തില് മാലിന്യമില്ല എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മാലിന്യമാണ്. അതിന് ഒരു സമയത്ത് മാലിന്യം ഉണ്ടെങ്കിൽ മലിനീകരണം നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ ആരും തർക്കിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും മലിനീകരണം നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കം ഉണ്ടാവില്ല. പക്ഷേ ഇത് പരിഹരിക്കപ്പെടണം. ഇതിനകത്ത് വ്യവസായ മാനേജ്മെന്റ്, ട്രേഡ് യൂണിയനുകൾ, പരിസ്ഥിതി പ്രവർത്തകർ, ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു സമവായത്തിലൂടെ ആണ് ഇത് പരിഹരിക്കേണ്ടത്. തീർച്ചയായിട്ടും പുരുഷൻ ഏലൂർ പറഞ്ഞത് വളരെ കാര്യമാണ്. നമ്മൾ ഇതേപോലുള്ള ചർച്ച വെച്ച് പരസ്പരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം പെരിയാറിലെ കുടിവെള്ള മേഖലയെ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ചർച്ച ഇവിടുത്തെ വ്യവസായികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പരിസ്ഥിതി സംഘടനകൾ, ട്രേഡ് യൂണിയനുകൾ, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് തന്നെ അതിനുവേണ്ടി നീങ്ങേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ 44 പുഴകൾ പുനരുജ്ജീവിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്കെല്ലാം ബോധ്യമുള്ളതാണ്. നദീ പുനരുജ്ജീവനം സാധ്യമാണ് എന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതാണ് പെരിയാറിന് മാതൃകയാക്കാവുന്നത്. അതിലേക്ക് ഏലൂരിനും എടയാറിനും മാറേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ കൊച്ചി നഗരത്തിന്റെയും കൊച്ചി എന്ന് പറയുന്ന വലിയ ഭൂവിഭാഗത്തിന്റെയും ആകെ സുരക്ഷ സാധ്യമാകൂ. തിങ്കളാഴ്ച വീണ്ടും ഇതേ സമയം കാണുന്നത് വരെ നമസ്കാരം.